നമസ്കാരം. എം.ടി. വാസുദേവൻ നായരുടെ വേർപാടിൻ്റെ ഈ നിമിഷങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തകൾ എം.ടി. വാസുദേവൻ നായരുടെ നിര്യാണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്. മലയാളത്തിന്റെ അക്ഷരസുഹൃതമായ എം.ടി. വിശേഷണങ്ങളുടെ വാക് അതിർത്തികൾക്കപ്പുറം ഭാഷയുടെ ആകാശത്തെ ജ്വലിക്കുന്ന ധ്രുവനക്ഷത്രമാണ്. മാധവിക്കുട്ടി വിശേഷിപ്പിച്ചതനുസരിച്ച് തോർത്തുമുണ്ട് വെള്ളത്തിൽ മുക്കി പിഴിയും പോലെ വായനക്കാരെ കരയിപ്പിച്ച അക്ഷരമാന്ത്രികനാണ് വിടവാങ്ങിയത്. നിളാനദിക്കരയിലൂടെ മുണ്ടും മടക്കി കുത്തി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ നടന്നു നീങ്ങിയപ്പോൾ ഒരു കാലഘട്ടം പിന്നാലെ കൂടി. നിള പിന്നെയും ഒഴുകി ആർത്തലച്ചും കണ്ണീർ ചാലായും. എം.ടി. സൃഷ്ടിച്ച കഥാപാത്രങ്ങളാകട്ടെ കാലത്തെ നോക്കി മന്ദഹസിച്ച് അനുവാചക ഹൃദയങ്ങളിൽ തുളുമ്പാതെ നിറഞ്ഞു നിൽക്കുന്നു. 1933 ജൂലൈ 15 കർക്കിടകത്തിലെ ഉത്രട്ടാതി നാളിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ഗ്രാമത്തിലാണ് എം.ടി. ജനിച്ചത്. അച്ഛൻ നാരായണൻ നായർ സിലോണിലായിരുന്നു. അമ്മ അമ്മാളു അമ്മയുടെ തണലിൽ ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ ശരിക്കും അറിഞ്ഞ ബാല്യം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തു തന്നെ എഴുതി തുടങ്ങി. ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ 1ാം സ്ഥാനം നേടുന്നതോടെയാണ് എം.ടി. വാസുദേവൻ നായർ മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനാകുന്നത്. പുസ്തകരൂപത്തിൽ പുറത്തുവന്ന ആദ്യ നോവൽ നാലുകെട്ട് വായനക്കാരുടെയും നിരൂപകരുടെയും സജീവ ശ്രദ്ധ നേടി. തുടർന്ന് പുറത്തിറങ്ങിയ നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ബന്ധനം തുടങ്ങിയ കഥാസമാഹാരങ്ങളും അസുരവിത്ത്, മഞ്ഞ്, കാലം തുടങ്ങിയ നോവലുകളും മലയാള കഥയിൽ പുതിയ ഉണർവിനും വഴിതിരിച്ചിലുകൾക്കും കാരണമായി. 38ൽ പരം പുസ്തകങ്ങളിലായി പരന്നുകിടക്കുകയാണ് സാർത്ഥകമായ ആ സർഗസബര്യം. 50ൽ പരം സിനിമകൾക്ക് തിരക്കഥ എഴുതി ചലച്ചിത്ര രംഗത്തും പ്രതിഭയുടെ കയ്യൊപ്പു ചാർത്തി. മികച്ച തിരക്കഥയ്ക്ക് 4 തവണ ദേശീയ പുരസ്കാരം തേടിയെത്തി. രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ നിർമാല്യം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് എം.ടി. കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട് മലയാള സാംസ്കാരിക ലോകത്തിന്റെ തലസ്ഥാനമായത് എം.ടി. ഇവിടെ എത്തിയതോടെയാണ്. ഏറെ സർഗതീരങ്ങളിലൂടെ യാത്ര പോയ ആ തൂലികയ്ക്കൊപ്പമായിരുന്നു മലയാള സാഹിത്യത്തിന്റെ മാറ്റങ്ങളുടെ സഞ്ചാരം. ജീവിത കടലാഴങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുത്ത മുത്തും പവിഴവും അമ്മ മലയാളം എത്രയോ കാലം അക്ഷരതീരങ്ങളിൽ കാത്തിരുന്നു. എം.ടി. എന്ന 2 അക്ഷരം മായാതെ മറയാതെ കാലത്തിന്റെ കുത്തൊഴുക്കുകളെ അതിജീവിച്ച് എന്നും മലയാള മനസ്സിൽ ജീവിക്കും. അക്ഷര ഭീഷ്മാചാര്യന് കണ്ണീരുപ്പ് കലർന്ന റോസാതലങ്ങളാൽ പ്രണാമം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.